വാദ്യാന്മാരെ നിങ്ങളോടായി ഞാനൊന്നു ചൊല്ലിടട്ടെ, ഞാനൊന്നു ചൊല്ലിടട്ടെ. നിങ്ങൾ തൻ കുഞ്ഞുങ്ങളെന്നപ്പോൾ കാണേണ്ടതായിരുന്നില്ലേ? പഠനത്തിനെത്തും ഞങ്ങൾ തൻ ഓമനകളെ ഔവിധം കാണേണ്ടതായിരുന്നില്ലേ? എന്തേ ചില വാദ്യാന്മാർ തൻ ഹൃദയം കഠിനമെന്നോർക്കവേ, ദുഃഖഭാരത്താലിൻ ഹൃദയം തേങ്ങുന്നല്ലോ, എൻ്റെ ഹൃദയം തേങ്ങുന്നല്ലോ. അരുതേ, ഞങ്ങൾ തൻ പൊന്നോമനകളെ ഇவ்விധം ദ്രോഹിക്കരുതേ, അവരെ നോവിക്കരുതേ. മറ്റു കുട്ടികൾ കേൾക്കെ പരസ്യമായി അപമാനിതനാകും വേളയിലവർ തൻ ദുഃഖമെന്തേ നിങ്ങൾ ഓർക്കാത്തേ? വാദ്യാന്മാരെ നിങ്ങൾ ഓർക്കാത്തേ? നീയൊന്നും ജയിക്കില്ല എന്നൂതിയ വാദ്യാന്മാരെ, നിങ്ങൾ മൂലം തകർന്നത് ഭാവി തൻ വാഗ്ദാനങ്ങളായിരുന്നു. നിങ്ങൾ മൂലം ഈ ലോകം വിട്ടുപോയ ഞങ്ങൾ തൻ പൊന്നോമനകൾ ഭാവി തൻ വാഗ്ദാനങ്ങളായിരുന്നു. നിങ്ങൾ തൻ ഗൃഹത്തിലും കുഞ്ഞുങ്ങളുണ്ടെന്നിരിക്കെ എത്ര അധപ്പതിച്ചു, നിങ്ങൾ തൻ മനമെത്ര അധപ്പതിച്ചു. ഏതു പുണ്യജലത്തിൽ സ്നാനം ചെയ്തിടുമെങ്കിലും ഈശ്വരൻ മുൻപാകെ കാരണക്കാർ ഓരോരുത്തരും കണക്കു ചൊല്ലേണ്ടി വരും, നിശ്ചയം കണക്കു ചൊല്ലേണ്ടി വരും. അരുതേ വാദ്യാന്മാരെ, നിങ്ങൾ വാക്കുകൾ ആയുധമാക്കരുതേ. ഞങ്ങൾ തൻ പൊന്നോമനകൾക്കായി ഉയരത്തിൽ പറക്കാനായി ചിറകുകളാകണേ, നിങ്ങൾ ചിറകുകളാകണേ. ഒരു വാദ്യാരും ഒരിക്കലും പറഞ്ഞുകൂടാത്തതല്ലോ അവൻ കേട്ടത്. അതു കേട്ട മാത്രയിലവൻ തൻ ഹൃദയം നുറുങ്ങി, മിഴികളിലൂടിറ്റിറ്റ് കണ്ണീരൊഴുകിയല്ലോ. അവൻ തൻ ഹൃദയം മുറിഞ്ഞല്ലോ, ഞങ്ങൾ തൻ പൊന്നോമനകളെ തളർത്താനല്ല, ഉയർത്താനുള്ള ചിറകുകളാകണം നിങ്ങൾ, ഉയർത്താനുള്ള ചിറകുകളാകണം. വേണം ഇതിനുമൊരു മാറ്റം വരേണ്ടതുണ്ട്. പാഠശാല വകുപ്പ് കണ്ടിടണേ ഞങ്ങൾ മാതാക്കൾ തൻ ദുഃഖം കണ്ടിടണം. തക്ക ശിക്ഷ മുഖം നോക്കാതെ കൊടുത്തിടുകിൽ ഇനി ഈ ഭൂമിയിൽ നിന്തൊരു കുഞ്ഞും വിട ചൊല്ലുകില്ല. വേണം ഇതിനുമൊരു മാറ്റം വരേണ്ടതുണ്ട്. പാഠശാല വകുപ്പ് കണ്ടിടണേ ഞങ്ങൾ മാതാക്കൾ തൻ ദുഃഖം കണ്ടിടണം. തക്ക ശിക്ഷ മുഖം നോക്കാതെ കൊടുത്തിടുകിൽ
ഇനി ഈ ഭൂമിയിൽ നിന്തൊരു കുഞ്ഞും വിട ചൊല്ലുകില്ല, വിട ചൊല്ലുകില്ല.